രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസക. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 6ഉം 7ഉം ശ്ലോകങ്ങൾ നോക്കാം. 6ാമത്തെ ശ്ലോകം. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലി കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃത സെന്ത സന്തോഹമന്ദ സിഞ്ച സഞ്ചിന്തകാനാം വപുരനുകലയെ മാരുതാകാരനാഥാം. പദമുറിച്ച് പറയാം. തത് തേ തത്തേ പ്രത്യഗ്ര ധാരാധര ലളിത കളായാവലി കേളികാരം കളായാവലി കേളികാരം ലാവണ്യസ്യ ഏകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനം അമൃതസ്യന്ത സന്തോഹം അന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയെ മാരുതാകാരനാഥ. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ് മേൽപ്പത്തൂർ. തേ തത് വപുഹു അനുകലയെ. ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ ശരീരത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. അനുകലയെ നിരന്തരം ധ്യാനിക്കുന്നു. ഭഗവാന്റെ ശരീരം എങ്ങനെയുള്ളതാണെന്നാണ് ഇനി പറയുന്നത്. ആദ്യം ഭഗവാന്റെ നിറത്തെക്കുറിച്ച് പറയുകയാണ്. ഭഗവാന്റെ ആ നിറത്തെ ഇവിടെ 2 വസ്തുക്കളോട് ഉപമിച്ചിരിക്കുകയാണ്. പ്രത്യഗ്ര ധാരാധര, പുതിയ മേഘം. പ്രത്യഗ്ര പുതിയത്, ധാരാധര ധാര ജലം, ധര ധരിക്കുന്നത്. അപ്പോൾ ധാരാധര ജലത്തെ ധരിക്കുന്നത് മേഘം. ലളിത കളായ ആവലി കേളികാരം. അടുത്ത വിശേഷണം. ലളിത മനോഹരമായ, കളായ കായാമ്പൂ, ആവലി കൂട്ടം. കായാമ്പൂവിൻ്റെ കൂട്ടം കളായാവലി, അതിൻ്റെ കേളികാരം വിളയാട്ടം, ഭംഗി. ഇവിടെ പുതുമേഘങ്ങളോടും കായാമ്പൂക്കളോടും ഉപമിച്ചിരിക്കുകയാണ്. പുതിയ മേഘം എന്ന് പറയുമ്പോൾ കാർമേഘം, മഴ പെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള മേഘം, അതിൻ്റെ നിറം. അതുപോലെ കായാമ്പൂവിൻ്റെ കൂട്ടം. ഇവിടെ ഒരു കായാമ്പൂ അല്ല, കായാമ്പൂ പടർന്ന് പന്തലിച്ച് പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാഴ്ച. കായാമ്പൂക്കൾ, അതിൻ്റെ ഭംഗി, അതിൻ്റെ നിറം ഒരു നീല നിറം. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ നീലയല്ല, ആകാശത്തിലെ പുതുമേഘങ്ങളുടെ നിറം. ഇനി അടുത്ത വിശേഷണം. ലാവണ്യസ്യ ഏകസാരം, സൗന്ദര്യത്തിൻ്റെ സാരാംശം. ഏകസാരം എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത്, പ്രപഞ്ചത്തിലെ സുന്ദരമായ എല്ലാ വസ്തുക്കളുടെയും സാരാംശം. ഇനി സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യ അവതാരം. സുകൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് നിറഞ്ഞ പുണ്യമായ അവതാരം. സുകൃതം നല്ലത് ചെയ്യുന്നത്, നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവർ സുകൃതികൾ. അവർ നോക്കുമ്പോൾ, സുകൃതികൾ നോക്കുമ്പോൾ അവർ ചെയ്ത പുണ്യങ്ങളെല്ലാം കൂടി ഒരവതാരമെടുത്ത് മുന്നിൽ വന്നിരിക്കുകയാണോ എന്ന് തോന്നുന്ന രൂപം. ലക്ഷ്മി നിശങ്കലീലാ നിലയനം. ലക്ഷ്മി ദേവിക്ക്, ലക്ഷ്മി ഭഗവതിക്ക് ശങ്കയില്ലാതെ, സംശയമില്ലാതെ വിളയാടാനുള്ള സ്ഥലം. ലീലാ നിലയനം. ലക്ഷ്മി ദേവിക്ക് കൂസലില്ലാതെ വിളയാടാനുള്ള സ്ഥലം ഭഗവാന്റെ ശരീരം. ഇനി സഞ്ചിന്തകാനാം അന്തഃ,
സഞ്ചിന്തകാനാം ചിന്തിക്കുന്നവരുടെ അന്തഃ ഉള്ളിൽ. അപ്പോൾ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവരെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കുന്നവരല്ല. സംചിന്തകാനാം നല്ലത് ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നിരന്തരം ഭഗവാനെക്കുറിച്ച് സ്മരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ അമൃതസ്യന്ത സന്തോഷം സിഞ്ചത്. അമൃതസ്യന്ത അമൃതധാര, സന്തോഷം ഒന്നിച്ചുകൂടി, സിഞ്ചത് വർഷിക്കുന്ന. അപ്പോൾ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്ന മാരുതാകാരനാഥ ഗുരുവായൂരപ്പ തേ തത് വപുഹു അഹം അനുകലയെ. അവിടുത്തെ ആ ശരീരം, അങ്ങനെയുള്ള ആ ശരീരത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. മാരുതാകാരനാഥൻ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ, മരുത്ത വായു, ഗുരുവും വായുവും ചേരുന്ന സ്ഥലം ഗുരുവായൂർ, അതിൻ്റെ നാഥൻ ഗുരുവായൂരപ്പൻ. ഇനി വേറൊരർത്ഥം, ഗുരു എന്നാൽ ബോധം, അറിവ് പകർന്നു തരുന്ന ആള് ഗുരു, പരമാത്മാവ്. ഗുരുവും വായുവും നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. വായു എന്നാൽ പ്രാണൻ, പ്രാണൻ എന്നാൽ ജീവൻ, ജീവാത്മാവ്. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും കൂടിച്ചേരുന്ന സ്ഥലം ശരീരം. പരമാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു അംശം തന്നെയാണ് ജീവാത്മാവ്. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ, അധ്യാത്മരാമായണം. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്നാണ്. ജീവാത്മാവിന് പരമാത്മാവും ഞാനും, അതായത് ഈശ്വരനും ഞാനും ഒന്ന് തന്നെയാണ് എന്ന അറിവ് ഉണ്ടാകുമ്പോൾ ആ ജ്ഞാനത്തിലൂടെ, അറിവിലൂടെ ഈശ്വരനെ അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ഒരാനന്ദം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. ഹരിനാമകീർത്തനം. ഇനി 7ാമത്തെ ശ്ലോകം. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവം ആലോചിതമചിതമയ നൈവമദ്യാഭിജാനേ നോർച്ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്ബഭുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാം ബോധിപൂരേ രമേരൻ. പദമുറിച്ച് പറയാം. കഷ്ട തേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇതി ഏവം ഇത്യേവം പൂർവം ആലോചിതം അജിത മയാ ന ഏവം അദ്യ അഭിജാനേ നൈവമദ്യാഭിജാനേ നോ ചേത് ജീവാഃ കഥം വാ മധുരതരമിദം ത്വത് ബഭുഃ ചിത്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാം ബോധിപൂരേ രമേരൻ. പരമരസസുധാം ബോധിപൂരേ രമേരൻ. പൽപത്തൂർ പറയാൻ, ഭഗവാനെ ജീവഭാജാം ബഹുതരഖേദാവഹ സൃഷ്ടിചേഷ്ട കഷ്ട. ജീവികൾക്ക് വളരെയേറെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന അങ്ങയുടെ ഈ സൃഷ്ടി കഷ്ടം തന്നെയാണ്, വളരെ ദുസ്സഹമാണ്. ജനനം മരണം, ജനിക്കുക മരിക്കുക, വീണ്ടും ജനിക്കുക മരിക്കുക, അല്ലേ? പുനരഭി ജനനം പുനരഭി മരണം ആചാര്യസ്വാമികൾ പറയുന്നു. ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് എന്തെല്ലാം ക്ലേശങ്ങളാണ് ജീവികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ആധി വ്യാധി, കഷ്ടം നഷ്ടം, പ്രതീക്ഷകൾ, നിരാശകൾ. ജീവികൾ സുഖം ആഗ്രഹിച്ചുകൊണ്ട്, സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുഖമുണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഒട്ടും ആഗ്രഹിക്കാതെ തന്നെ, അതിനുവേണ്ടി ഒരു പരിശ്രമവും ചെയ്യുന്നില്ലെങ്കിലും ദുഃഖവും കൂടെ വന്നു ചേരുന്നു. അതിനോടൊപ്പം, ആ സുഖത്തോടൊപ്പം
ദുഃഖവും വന്നു ചേരുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ സുഖത്തേക്കാളേറെ ദുഃഖം തന്നെയാണ് അല്ലേ? അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊരു സൃഷ്ടി? ഇതി ഏവം എന്നിങ്ങനെ പൂർവം ആലോചിതം. ഹേ അജിത, ഗുരുവായൂരപ്പ, അങ്ങനെയൊക്കെ ഞാൻ മുൻപ് പണ്ട് ആലോചിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ മയാ ഏവം നാഭിജാനേ, ഞാൻ അങ്ങനെയൊന്നും മയാ എന്നാൽ അങ്ങനെയൊന്നും ചിന്തിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല എന്നാണ് ഇപ്പോൾ. എന്തുകൊണ്ടാണ്? നോ ചെയ്ത് അത് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ സൃഷ്ടികർമ്മം നടത്തിയില്ലായിരുന്നുവെങ്കിൽ കഥം വാ ജീവാഹ, എങ്ങനെയാണ് ജീവികൾക്ക് മധുരതരം ഇതം, മധുരതരമായ അവിടുത്തെ ഈ ശരീരം, ചിദ്രസാർദ്രം, ചിത്ത് രസം ആർദ്രം, അറിവ് കൊണ്ടും ആനന്ദം കൊണ്ടും ആർദ്രമായ സച്ചിദാനന്ദ സ്വരൂപത്തെ നേത്രൈഹി ശ്രോത്രൈഹി ച പീത്വ, കണ്ണുകൊണ്ടും കാതുകളെ കൊണ്ടും പാനം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അനുഭവിച്ചിട്ട് എന്ന് പറഞ്ഞാലോ, കണ്ടാലും കൊതി തീരാത്ത ഗുരുവായൂരപ്പനെ കാണാനും, അതുപോലെ തന്നെ എത്ര കേട്ടാലും മതി വരാത്ത ഭഗവാന്റെ കീർത്തനങ്ങളും കഥകളും ഒക്കെ കേൾക്കാനും, അങ്ങനെ പരമരസസുധാം ബോധിപൂരേ രമേരൻ, പരമാനന്ദാമൃതമാകുന്ന ആ സമുദ്രത്തിൽ ലയിക്കാനും എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ ഈ സൃഷ്ടി ഭഗവാൻ നടത്തിയില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു സൃഷ്ടി നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഭഗവാന്റെ ആ ഗുരുവായൂരപ്പനെ കാണാനും ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അറിഞ്ഞ് അനുഭവിക്കാനും, അതുപോലെ ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും ഒക്കെ കേട്ട് ആനന്ദിക്കാനും ഒക്കെ എങ്ങനെയാണ് ജീവികൾക്ക് സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ ഇവിടെ മൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ, അങ്ങയുടെ ഈ സൃഷ്ടി ജീവികൾക്ക് വളരെ ദുസ്സഹമാണ് എന്നൊക്കെ ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നതേ ഇല്ല. കാരണം ഈ സൃഷ്ടി ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ സച്ചിദാനന്ദ സ്വരൂപത്തെ ആശ്രയിച്ച് ആനന്ദിക്കാൻ, ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ ജീവികൾക്ക് എങ്ങനെയാണ് സാധിക്കുക എന്ന് മൽപ്പത്തൂർ പറയുന്നു. ഹരേ കൃഷ്ണ.